തമിഴിൽ പാട്ടി പാട്ട്. ഹാങ്കറിംഗ് അപ്പറ്റൈറ്റിന്റെ പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അരുണിൻ്റെ സിനിമാ വിശേഷങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അരുൺ ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ജമ്പായത്? ബസ്സല്ലേ, ഫസ്റ്റ് പോയത് തന്നെ ഫ്ലൈറ്റിലാണ്. അതുകൊണ്ട് അതെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ഒരു ഈ പറഞ്ഞ തമിഴിലേക്ക് പോകാൻ കാരണമായ ഒരു സിനിമ. കാരണം ദിലീപ് സുബ്ബരാജൻ എന്ന് പറയുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്. പുള്ളി തൃശ്ശൂർ പൂരത്തിൻ്റെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി നമ്മുടെ വർക്ക് കാണുകയും, അപ്പോൾ സുഴൽ എന്ന് പറയുന്ന ഒരു ആമസോണിലൊരു സീരീസ് ഉണ്ട്. അപ്പോൾ ആ സീരീസിൽ ഒരു ആർട്ട് ഡയറക്ടറിനെ ഇങ്ങനെ അവിടെ പുഷ്കർ ഗായത്രി എന്ന് പറയുന്ന ഡയറക്ടേഴ്സ്, വിക്രം വേദയുടെ ഡയറക്ടേഴ്സ്, അവരായിരുന്നു ആ ഷോയുടെ ഷോ റണ്ണേഴ്സ്. റൈറ്റിംഗ് പ്ലസ് ഷോ ഹെഡ് ചെയ്യുന്നത് അവരായിരുന്നു. അപ്പോൾ അവർ കണക്ഷൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ അവർ കുറേ പേരുടെ ഇൻ്റർവ്യൂസും പരിപാടിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ പുള്ളി നമ്മുടെ തൃശ്ശൂർ പൂരം ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ളൊരു ആർട്ട് ഡയറക്ടറിനെ വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അന്നെന്തോ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ എന്തോ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് തമിഴ് ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഈ സുഴൽ എന്ന് പറയുന്ന പ്രോജക്റ്റിന് എൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ സുഴൽ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണെന്നും അല്ലെങ്കിൽ ആർട്ടിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ സിനിമയും സീരീസും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് സീരീസ് ഇത്രയും സ്കെയിലിൽ ചെയ്യുന്ന അറിയില്ല. സിനിമയാണെങ്കിൽ നമുക്കറിയാം തമിഴ് സിനിമകൾ വലിയ സ്കെയിലാണ് വരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇതൊരു തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ് കൾച്ചർ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു വിശ്വാസവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര മായാനക്കൊല എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവലും പരിപാടിയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്കറിയാം അമ്പലം പരിപാടി അങ്ങനെയൊക്കെയാണ്. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയി നിൽക്കുന്ന പോലെ തന്നെ രാവിലെ പോയി ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഉത്സവ സ്ഥലത്ത് രാവിലെ പോയി ഞാനും എൻ്റെ ടീമും കൂടെ നിൽക്കുന്നു. അവിടെ കച്ചവടത്തിന് ഒരു കെട്ട് ബലൂണായിട്ട് അവിടെ പോയി നിൽക്കും പറമ്പിൽ. ഞങ്ങള് ഈ പറഞ്ഞ സഭ ഇന്ന് പറയുമ്പോൾ രസമുണ്ട്. പക്ഷെ അന്നും തുറന്ന് വെച്ചാല് ഞങ്ങള് ഇത് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചാലേ പറ്റൂ. അപ്പം ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ സ്റ്റാർട്ടിങ് ഡേ മുതൽ അതിൻ്റെ എൻഡ് എങ്ങനെയാണോ ആ സമയം വരെ അവിടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പം മറ്റേ അപ്പൂപ്പമ്മ അവിടെ എങ്ങനെ വിടുവളിയാ തമിഴിൽ പാട്ടി പാട്ട്. നമ്മള് മറ്റേ അപ്പൂപ്പമ്മ വിടൂലേ, ഇവിടെ അപ്പൂപ്പമ്മ ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഉത്സവമാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. 4 ബലൂണും അല്ലെങ്കിൽ ഇച്ചിരി സീരിയൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്സവം പിടിക്കാൻ പറ്റും. അതൊക്കെ പോട്ടെ, ഈ തമിഴ് എങ്ങനെ പഠിച്ചു? തമിഴ് അത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പരിപാടിയാണ്. കാരണം ഞാൻ ഇവിടെ മലയാളം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും നമുക്ക് തമിഴുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് തമിഴ് കിട്ടിയത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മലയാള സിനിമ വർക്ക് ചെയ്യുന്ന സമയത്തും തമിഴ്നാട്ടിൽ നിന്നാണ് കാർപ്പൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാർപ്പൻറ്റേഴ്സ് ഇവിടെ വരുമ്പോൾ ഇവരെ നോക്കാനും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും നമ്മുടെ ആർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ വേണം. അപ്പം ഞാൻ അന്ന് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പിന്നെ തമിഴിനോട് എനിക്കൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കാനും. അല്ലെങ്കിൽ ഇപ്പൊ കാർപ്പൻ്റർമാർ ബംഗാളി ഉണ്ടല്ലേ? ഇല്ല വളരെ സെറ്റിലാ നിൽക്കുമ്പോ വിളിക്കാൻ പറ്റില്ല. സംഭവം എന്താണെന്നറിയോ, രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ തുടങ്ങുന്ന തന്നെ തമിഴ് പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തമിഴായിരിക്കും നമുക്ക് അന്ന് സെറ്റിൽ മൊത്തമുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഈ കോളുകൾ വരുന്നത്. അപ്പം സജീവ് പെട്ടെന്നായിരിക്കും അയ്യോ ഇവൻ ബെഞ്ഞാറമൂട്ടിൽ നിന്ന് വിളിക്കുന്നതാണ്. അല്ല, പ്രാർത്ഥന പോലും മാറി, ഇപ്പൊ തമിഴിലാണ് പ്രാർത്ഥിക്കണം. ഗുരുവായൂരപ്പ അല്ല പറയുന്ന, പക്ഷെ എന്നെ രക്ഷിച്ചത് തമിഴില് ഈ പറഞ്ഞ അമ്മനാണ്. അല്ല, ഞാൻ വിചാരിച്ചു ആട് 3 എന്തായാലും
അരുണിന്റെ കയ്യിലായിരിക്കുന്ന വിചാരിച്ചത്. എന്ത് വ്യത്യാസം? ആട് 3 ഞാനും ഭയങ്കര ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ആട് 3 ആയിരുന്നു പ്ലാനിലൊക്കെ പോയത്. കാരണം ആട് 2 വർക്ക് ചെയ്യുന്ന സമയത്തെ നമുക്കറിയാം. ആട് 2 ആട് 2 ഞാനായിരുന്നു. ആട് ഫസ്റ്റ് ഞാനല്ല. ഞാൻ അലമാര തൊട്ടാണ് ഈ പറഞ്ഞ മിഥു മാനുവൽ എന്ന് പറയുന്ന ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അലമാരയല്ല, അതിന് മുന്നേ ഞങ്ങളൊരു സിനിമ വർക്ക് ചെയ്തു, ആൻമേരിയ കളിപ്പിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻമേരിയ കഴിഞ്ഞിട്ടാണ് അതെ അത് ഭയങ്കര രസമുള്ള, അന്ന് ഞാനതിൽ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അലമാര കഴിയുന്നു. അലമാരയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ടീമായി. ഭയങ്കര രസമുള്ളൊരു ഡയറക്ടറാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ബ്രദർ ഫീൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര രണ്ട് സിങ്കായിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്ത സിനിമയായിരുന്നു ഈ പറഞ്ഞ ആൻമേരിയ. അത് കഴിഞ്ഞ് അലമാര, അത് കഴിഞ്ഞ് ഉടനെ ആട് 2 വരുന്നു. അപ്പോൾ ആട് 2 വന്നപ്പോഴും പുള്ളി എന്നെ തന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് വെച്ചു. അപ്പോൾ അതിനകത്ത് ഭയങ്കര രസമുള്ള കുറേ സോങ്ങും ആ സെറ്റുകളും കാര്യങ്ങളും, ഒരേ ടൈപ്പിന് 3 വീടുകൾ, അങ്ങനെയൊക്കെ കുറേ രസമുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെ ഞങ്ങൾക്ക് അറിയാം ആട് 3 ഉണ്ടെന്ന്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ആട് 3 ഞാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആട് 3യുടെ വർക്കും പരിപാടിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ് വന്ന സമയത്തും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടോക്കിൽ അല്ലെങ്കിൽ സംസാരത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ഇപ്പം ഏറ്റവും പുതിയ സീരീസ് ഞാനാണ് ചെയ്തേക്കുന്നത്, അണലി എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വെബ് സീരീസിൻ്റെ ഷൂട്ട് സമയത്ത് ഞങ്ങൾ ആട് 3യെ പറ്റിയിട്ടാണ് സംസാരം മൊത്തം. കാരണം നമ്മളും ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ് ആട് 3. അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാനുള്ള ഒരു സിനിമയാണ് ആട് 3. ഷാജി പാപ്പൻ്റെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആട് 3 ചിലപ്പം എടുക്കും എന്നൊക്കെ പറഞ്ഞാണ്. അതെ, എനിക്ക് തോന്നുന്ന സംസാരത്തിലൊക്കെ ഉണ്ടായിരുന്നു ആട് 3 നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ കറുപ്പ് സൂര്യപടം, അത് ഇച്ചിരി ഷൂട്ടിൻ്റെ കാര്യങ്ങൾ കുറച്ച് ലെങ്തി ആയിട്ട് പോയി. ഡേറ്റ് കുറച്ച്, കാരണം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇത്ര ദിവസം കൊണ്ട് സിനിമ തീരുമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ നമുക്ക് ചിലപ്പോൾ നമ്മൾ 4 മാസം 5 മാസം പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ അതിനേക്കാളും മേ ബി കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡേറ്റ് മാറിയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആട് 3 വിടേണ്ടി വന്നു. കാരണം സൂര്യപടം കറുപ്പ് ചെയ്യുന്ന സെയിം കമ്പനിയുടെയാണ് മാർസൽ കാർത്തിപ്പടം. അപ്പോൾ ഈ 2 സിനിമകളും കൂടെ ആകുമ്പോൾ നമുക്ക് അവിടെയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചെന്നൈ തന്നെ ആകുമ്പോൾ നമുക്ക് 2 സിനിമകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചെന്നൈയിലും കേരളത്തിലും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആട് 3 തൽക്കാലം ഞാനല്ല, ഞാൻ പെയ്യത് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലും കൂടെ പോയി കഴിഞ്ഞാൽ ഏത് പാട്ട് സംസാരിക്കാൻ അറിയാം. ഹിന്ദിന്ന് എടുക്കാൻ നിൽക്കില്ലേ, ഹിന്ദി, കന്നഡ, ഉറുദു, മറാഠി, കാരണം നമുക്ക് എന്ന് പറഞ്ഞുകൂടാ. ഇപ്പൊ ആകെ അളിയ സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാന്നുള്ള ഭാഷ മലയാളം തന്നെ ഇപ്പൊ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മള് ഈ ഇതിലോട്ടൊക്കെ നമ്മുടെ വർക്കിംഗ് ഫീൽഡിലോട്ടൊക്കെ വരുന്നത് മൊത്തം മറ്റേ ഹിന്ദിക്കാരാണ്. ഇവന്റെ കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബംഗാളികളായിരിക്കും. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഇപ്പം മലയാളം മറന്ന് അപ്പൊ ഇവര് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇവര് നമ്മളടുത്ത് പറയുന്നവരെ മലയാളം കൂടെ ഇവര് കലർത്തി സംസാരിക്കും. സേട്ടാ പറ സേട്ടാ, ഞാൻ പറഞ്ഞു പോയി സേട്ടാ എന്ന് ആ ഒരു സെറ്റപ്പായി നമുക്ക് തന്നെ. ഇപ്പൊ അവരുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇനി അല്ല, പക്ഷെ നമ്മൾ വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാന്താര ഭയങ്കര രസകരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. പക്ഷെ കാന്താരയുടെ എനിക്ക് ഒരുപാട് പേർക്കൊക്കെ എനിക്ക് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുത്തേക്കുന്നത് മലയാളിയാണ്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ ബംഗ്ലാൻ എന്ന് പറയുന്ന പുള്ളിയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ. ഇത്രയും വലിയൊരു വിഷ്വൽ ക്രിയേഷൻ കൊടുത്തേക്കുന്നത് ഒരു മലയാളിയാണ്, ബംഗ്ലാൻ, ബിനീഷ് ബംഗ്ലാൻ എന്നാണ് പുള്ളിയുടെ പേര്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ തുടക്കകാലത്ത് ഗിരീഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ അത് നമ്മളെ ഭയങ്കര ഒരു പ്ലസ്സാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു മലയാളിയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞൊരു ആർട്ട് ഡയറക്ഷനെ പറ്റി കുറച്ച് പേര് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളതെല്ലാം. ഇപ്പം മാവീരൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ സിനിമയാണ്. കാരണം മാവീരൻ എനിക്ക് തോന്നുന്നു മാവീരൻ സിനിമ കണ്ട ഒരുപാട് പേർക്ക് ഇത് സെറ്റാണോ അത് റിയൽ ആണോ എന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ആ സിനിമയുടെ A to Z ഫ്രെയിംസും സെറ്റിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ ബിൽഡിങ്ങുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുകളിൽ ഓടുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്കും കാര്യങ്ങളും, ആ ഒരു
ഫുൾ വീട് തന്നെ ഇടിഞ്ഞു വീഴുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെ ഇപ്പം അല്ലെങ്കിൽ VFX പരിപാടി ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം നമ്മളെപ്പോഴും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സറൗണ്ടിങ് ഒരു 20/20 എപ്പോഴും നമ്മൾ ഒറിജിനൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മാക്സിമം ഒരു ഒറിജിനൽ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മാക്സിമം അതിൻ്റെ വലിയ വൈഡ് ഫ്രെയിംസും കാര്യങ്ങളും മാത്രമാണ് VFXിലേക്ക് പോയേക്കുന്നത്. അപ്പം അത് എനിക്ക് ഒരു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിനിമ, അതും ആർട്ടിന് പ്രാധാന്യമുള്ള ഒരു സിനിമ, അത് ഒരുപക്ഷെ മാവീരൻ കഴിഞ്ഞതോടുകൂടിയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ നമ്മുടെ പേര് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടാനും അല്ലെങ്കിൽ ഇച്ചിരി വലിയ സിനിമകൾ നമുക്ക് വരാനും കാരണമായി. നമ്മൾ ഈ 1.5 മിനിറ്റുള്ള ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത്യാവശ്യം നല്ല എഫേർട്ട് എടുക്കും. ഇപ്പം മാക്സിമം അതിനെ ആൾക്കാർക്ക് കാണുമ്പോൾ അതിനകത്തൊരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സെറ്റൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വന്ന് ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻറ്റ്സ് പറയും. സ്വാഭാവികം. നമുക്ക് എന്നാലും നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം വരും. അതേപോലെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവർ ചെയ്യുന്ന ഒരു സിനിമ എത്ര പേരുടെ കഷ്ടപ്പെടാണെന്നറിയാമോ? ആദ്യം സിനിമ കാണുമ്പോൾ ഞാനും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിത് സ്വാഭാവികമായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഞാനത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സിനിമയ്ക്കകത്ത് ഈ 2.5 മണിക്കൂർ നമ്മളിരുന്ന് കാണുക, 1.5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന നമുക്ക് ഇത്രയും എഫേർട്ട് എടുക്കുന്നെങ്കിൽ ഈ 2.5 മണിക്കൂർ നമ്മളിരുന്ന് കാണുന്ന ആ സിനിമയ്ക്കകത്ത് എന്തുമാത്രം എഫേർട്ട് എത്രയെങ്കിലും ആൾക്കാർ ഉറക്കളഞ്ഞിരുന്ന് ചെയ്യുന്ന പരിപാടിയാണ്. പറയുന്ന ആളിന് ജസ്റ്റ് ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. അതിനിപ്പോൾ ഒരു ലൈറ്റ് വയ്ക്കണം പയ്യെ, രാവിലെ ഒരു സ്ഥലത്ത് വയ്ക്കും, അത് കഴിഞ്ഞാൽ അവർ മാറി അങ്ങോട്ട് അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി. ഇത് ഒരു ലൈറ്റ് ആയിരിക്കുമല്ലോ, ഇങ്ങനെ എത്ര ലൈറ്റ് കാണും, എത്ര വയറ് കാണും, എന്തൊക്കെ സാധനങ്ങളാണ്. ഇതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവച്ച്, അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ച്, എത്ര ആൾക്കാരെ ജോലിയായിരിക്കും. രാവിലെ 6 മണി മുതൽ, അതായത് നമ്മൾ സിനിമയുടെ വർക്കിംഗ് ടൈം തന്നെ ഒരു ജോബിനും ഇല്ലാത്ത വർക്കിംഗ് ടൈം. കാരണം ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഒരു ടൈമുണ്ട്, 9 മണി മുതൽ അല്ലെങ്കിൽ 5 മണി വരെ, അങ്ങനെയൊക്കെയുള്ള. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലോക്കൽ ലേബർ, ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഫീൽഡ് പോലും രാവിലെ എനിക്ക് തോന്നുന്നു 9 to വൈകുന്നേരം 5 മണി അങ്ങനെ എന്തോ. പക്ഷെ സിനിമയ്ക്ക് മാത്രമാണ് രാവിലെ 6 മണിക്ക് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ രാത്രി 9 മണിയാകുമ്പോൾ കഴിയും. അപ്പോൾ അത് ലക്കാണ്. പക്ഷേ നമുക്ക് ചില ദിവസങ്ങളിൽ ഡേ നൈറ്റ് ഷൂട്ട് ഉണ്ടാവും. പകല് രാവിലെ ഈ പറഞ്ഞ 6 മണിക്ക് ഒരു സെറ്റിലേക്ക് വരുന്ന ഒരു ടെക്നീഷ്യൻ പിറ്റേ ദിവസം ചിലപ്പോൾ രാവിലെ ആയിരിക്കും തിരിച്ച് റൂമിൽ പോകുന്നത്. അപ്പോൾ ആ രാവിലെ ഒരാൾ ഇട്ട് വരുന്ന അതായത് ആ ഡ്രസ്സ് പോലും അടുത്ത ദിവസം രാവിലെ പോയിട്ടാണ് മാറാൻ കഴിയുന്നതും. പിന്നെ ഇത്രയും രാവിലെ മുതൽ ഈ പിറ്റേന്ന് രാവിലെ 6 മണി വരെ, അതായത് 24 മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അതെ എന്നും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസം അങ്ങനെ വരാം. പക്ഷെ ആ ഒരു ദിവസമാണെങ്കിലും ഒരാളുടെ എഫേർട്ട് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അവിടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങണമെന്നോ അങ്ങനെ ഒന്നുമില്ല. കാരണം സിനിമ മേഖലയെ സംബന്ധിച്ചിടത്തോളം സിനിമയോട് കുറച്ച് ഒരു ഇഷ്ടവും അല്ലെങ്കിൽ സിനിമയോടൊരു പാഷനും ഉള്ള ആൾക്കാരാണ് കൂടുതലും അത് വർക്ക് ചെയ്യുന്നത്. അപ്പം കാരണം സാലറിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മൈൻഡിലല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്, അതെല്ലാം അതിൻ്റെ ഈ പറഞ്ഞ ഗ്രാജുവലി അതിന് വരുന്ന മാറ്റങ്ങളാണ്. പക്ഷെ എപ്പോഴും നമുക്ക് അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ എഫേർട്ട് ഇടാൻ തോന്നുന്നത്. ഇപ്പം സജി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സജി ചെയ്യുന്ന വീഡിയോസിനൊക്കെ കുറേ എഫേർട്ട് ഇട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ തന്നെ ഒരു ദിവസം ചോദിച്ചു, ഇവർ ആർട്ടൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്, ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പം കാരണം നമ്മൾ സിനിമയ്ക്കകത്ത് ആർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും ബഡ്ജറ്റും അല്ലെങ്കിൽ ഫണ്ടും പരിപാടിയും ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ഈ പറഞ്ഞ മൊബൈലിൽ വരുന്ന ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് അത്രയും ഡീറ്റെയിൽ കൊടുക്കുക എന്ന് പറയുന്നത് നല്ല പണിയുണ്ട്. അപ്പോൾ അത് ഇവർ പക്ഷേ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ക്വാളിറ്റി അതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധനം, ഒരു ഭയങ്കര ഉരുൾപൊട്ടലിൻ്റെ ഒരു സംഭവം ചെയ്തു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ താഴെ അങ്ങനെ ഒരു സൈറ്റ് നോക്കണം. ആ നമ്മുടെ ഇപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലം ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എടുത്താണ്. അപ്പം അവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഈ മരം മുഴുത് വീണുന്നൊരു സ്ഥലം കിടന്നതാണ്.
അപ്പോൾ അവിടെ പോയിട്ട് ഈ പമ്പൊക്കെ കൊണ്ടുവച്ച് അവിടെ മൊത്തം മണ്ണൊക്കെ കിടന്നതിന് വെള്ളമൊക്കെ അടിച്ച് ചെളിയൊക്കെ ആക്കി ഈ അവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് പ്രഷർ പമ്പൊക്കെ കൊണ്ടുവച്ച് ഇട്ടൊക്കെ ചെയ്തു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ആ വീഡിയോയ്ക്ക് ഒരു ഭയങ്കര റീച്ചൊന്നും ഉണ്ടായില്ല. എന്നാലും കണ്ടത് അരുണൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ ഒരു വിഷ്വൽ അത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല കഷ്ടപ്പെട്ടു നമ്മൾ ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, കാരണം നമ്മൾ വേണമെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷെ ആ സ്ഥലത്ത് അതിനൊരു എഫോർട്ട് ഇട്ട് അതിനെ വീഡിയോ റീച്ച് ആവുമോ അല്ലെങ്കിൽ അതിലല്ല കാര്യം. ഇവരാ ചെയ്യുന്ന ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് ഒരു 100%. ഇപ്പം ഞാനൊരു സെറ്റ് ഇടുന്നു അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് എൻ്റെ 100% എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഔട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഓരോ രീതിയിലായിരിക്കാം. അപ്പം അതവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ആ ക്വാളിറ്റി ഇവരുടെ ഓരോ വീഡിയോസിനും ഭയങ്കര രസകരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സ്കെയിൽ കൂട്ടുന്നു. നല്ല രസമായി. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരാൾ പറയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടായിരുന്നു. എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പോരാത്തതിന് എല്ലാവർക്കും സജീവം വന്നില്ലടേ, സജീവം കിട്ടിയില്ലടേ.